ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ +1 പഠിച്ച ഡിഫറൻസിയേഷൻ ഇല്ലെങ്കിൽ എയ്റോപ്ലെയിനിലെ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ വെറും മീനിങ്ലെസ് അല്ലേ? കാരണം ഒരു പ്ലെയിനിന്റെ സ്പീഡും ആൾട്ടിറ്റ്യൂഡും മാത്രം അറിഞ്ഞത് കൊണ്ട് ഒരു ആക്സിഡന്റ് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ 1-2 ഇൻഫർമേഷൻ കൂടെ കിട്ടണം. എത്ര പെട്ടെന്നാണ് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്ത് എന്നറിയണം. അതായത് ആ പ്ലെയിൻ പെട്ടെന്ന് ആക്സലറേറ്റ് ആയതോ അതോ ഡീസലറേറ്റ് ആയോ എന്നുള്ളത് അറിയണം. രണ്ടാമത് ആ പ്ലെയിൻ പെട്ടെന്ന് ക്ലൈംബിംഗ് ആണോ അതോ ഡിസെൻഡിങ് ആണോ എന്നുള്ളതും അറിയണം. ഇത് 1 സെക്കൻഡിന്റെ ഡാറ്റ കിട്ടിയത് കൊണ്ട് കാര്യമില്ല. പക്ഷെ ഓരോ മില്ലി സെക്കൻഡിന്റെ ഡാറ്റ കിട്ടിയാലേ നമുക്ക് ആ പോയിന്റ് ഓഫ് ടൈമിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു പ്ലെയിൻ 1-ാമത്തെ സെക്കൻഡിൽ 200 km/h സ്പീഡിലും 2-ാമത്തെ സെക്കൻഡിൽ 260 km/h സ്പീഡിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് സാധാരണ ഒരു മൂവ്മെന്റ് അല്ല, അതൊരു ആക്സലറേറ്റഡ് മൂവ്മെന്റ് ആണ്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലും പൊസിഷനിലും ആ ഒരു ആക്സലറേഷൻ സേഫ് ആണോ ഡേഞ്ചറസ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡിനെ വീണ്ടും മുറിച്ച് മില്ലി സെക്കൻഡ്സ് ആക്കിയിട്ട് മില്ലി സെക്കൻഡ്സ് ബൈ മില്ലി സെക്കൻഡ്സ് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇതിനല്ലേ ശരിക്കും നമ്മൾ ഡിഫറൻസിയേഷനിലും പഠിക്കുന്നത്. അപ്പൊ ഇനി ഡിഫറൻസിയേഷൻ മനസ്സിരുത്തി പഠിച്ചോളി, ഒന്നും വെറുതെ ആവില്ല. ബട്ട് ഓൺലി വെൻ യു ലേൺ ഇറ്റ് വൈസ്ലി.